അനുഭവം ജീവിതമാക്കൂ. ഓക്കേ, എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. സത്യം പറഞ്ഞാൽ ആര്യയുടെ കണ്ണുനീർ കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഇതിനെ കള്ളക്കണ്ണീർ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല. ഒരു പെണ്ണ് വിചാരിച്ച കണ്ണീര് വരുത്താൻ വലിയ പാടൊന്നും ഇല്ല. ഇതാ എങ്ങടെ നോക്കിയേ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഏത് അഭ്യാസവും കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ രാഷ്ട്രീയക്കാർ മുൻപിൽ നിൽക്കും. അത്തരത്തിലൊരു കള്ളക്കണ്ണീരിനപ്പുറത്തേക്ക് ആര്യയുടെ കണ്ണീരിനെ കാണാൻ പ്രയാസമാണ്. നാട് മുങ്ങുമ്പോൾ നാട്ടുകാർ തെറി പറയുന്ന സാഹചര്യം ഒഴിവാക്കാൻ കരാർ തൊഴിലാളിയെ ഒരു സുരക്ഷാ സന്നാഹവുമില്ലാതെ ഇറക്കി വിട്ടതുകൊണ്ട് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ എന്ത് വഴിയാണ് ആര്യ രാജേന്ദ്രൻ എടുക്കുന്നത്? ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. മേയർക്ക് താല്പര്യം KSRTC ഡ്രൈവറെ വഴിയിൽ തടഞ്ഞ് അയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചാർത്തി ജയിലിൽ അടയ്ക്കാൻ ആവേശം കാട്ടാനാണ്. എന്നിട്ട് കുടുങ്ങുമെന്നായപ്പോൾ ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് കാണാതെ പോകുന്ന ദുരൂഹത സൃഷ്ടിക്കാനാണ്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ.